ചേച്ചി മടങ്ങി വന്നത് നിനക്ക് വലിയ ഷോക്കായി പോയില്ലേ? അവരിനി ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടി പോയി കാണുമെന്ന് ഞാനും സത്യത്തിൽ ഉറപ്പിച്ചതാ. അതിന്റെ ഇടയ്ക്കാണ് അവര് തിരിച്ചു വന്നത്. അതിലും വലിയ ഷോക്കില ഉണ്ണിയേട്ട നമ്മളിപ്പോ. നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു അറിഞ്ഞതിൽ പിന്നെയാ അവൾക്ക് അവളുടെ ഭർത്താവിനെ എഴുന്നേപ്പിച്ച് നടത്തണമെന്ന് തോന്നിയത്. ഇന്ന് വച്ചാ നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല കരുണേ. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ നീ തലതാഴ്ത്തി നിൽക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തോമസ് വൈദ്യനെന്നല്ല ആര് വിചാരിച്ചാലും ശരി, കണ്ണേട്ടന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അയാളെ നോക്കിയ ഡോക്ടേഴ്സ് വളരെ നേരത്തെ തന്നെ വിധി എഴുതിയതാ. പിന്നെ ഈ പറയുന്ന ആയുർവേദ ഡോക്ടർക്ക് കുറെ പൈസ കൊണ്ടുപോയി കൊടുക്കാം. അതിനപ്പുറം മെച്ചമൊന്നും അവിടെ പോയി കരുതി ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞിനെ അവൾക്ക് ലാളിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവളുടെ അത്യാഗ്രഹം ഒന്ന് ആലോചിച്ചു നോക്കുണ്ണിയേട്ടാ. അവൾക്ക് അതൊന്നും പോരാ, സ്വന്തം കുഞ്ഞിനെ തന്നെ വേണം. വിവാഹം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും അത് തന്നെയാണ് ആഗ്രഹം. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അവരുടെ നിരാശയാണ് നീ നിന്റെ വിജയമായിട്ട് കാണേണ്ടത്. എന്നായാലും കണ്ണേട്ടന്റെ സ്വത്തെല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നു ചേരേണ്ടതാ. അതിലൊരു പങ്ക് മഞ്ജുനും മേഘേട്ടനും പോവുമായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് തന്നെ കിട്ടും. ഇനി കാലക്കേടിനെ അയാൾക്ക് വല്ല മാറ്റം ഉണ്ടാവോ ഉണ്ണിയേട്ടാ? വേറൊന്നും കൊണ്ടല്ല, അവള് മുറുകെ പിടിക്കുന്ന ഒരു അയ്യപ്പസ്വാമിയുണ്ട്. നമ്മൾ ആറ്റിലെറിഞ്ഞിട്ടും തിരികെ വന്ന അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയുടെ ശക്തി കൊണ്ട് അയാള് മുടന്തി നടന്നാലും അവൾക്കത് നേട്ടോ. ഇനി മരണം വരെ കണ്ണേട്ടൻ വീൽ ചെയറിന്ന് എഴുന്നേക്കില്ല. അത് കണ്ണേട്ടനെ ചികിത്സിച്ച ഡോക്ടർമാര് വിധി എഴുതിയതാ. അതിനി പൊളിച്ചെഴുതാൻ ഒരു തോമസ് വൈദ്യനും കഴിയില്ല. ഈ തോമസ് വൈദ്യന് വലിയ പേരാ. അയാൾ ഏറ്റെടുത്ത ഒരു കേസും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അത് എന്നെ ഞാനും ഇപ്പൊ അമ്മയോട് പറഞ്ഞോണ്ടിരുന്ന. അവളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഓരോന്ന് കണ്ണൻ ഉണ്ടാക്കി കൊടുക്കുക. അവൻ നടക്കാതിരുന്നിട്ട് ഈ പാട്. അപ്പൊ പിന്നെ നടന്നാലോ? പിന്നെ അയാളുടെ ഭാര്യ എന്ന് പറയുന്നവള് നിലത്തൊന്നും ആയിരിക്കത്തില്ല നിൽക്കുന്നത്. അത് മാത്രാണോ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാ പിന്നെ നമുക്ക് ഈ വീട്ടിലെ നിലനിൽപ്പില്ല മോളെ. അതെന്താ, അയാള് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുവോ? അതിന് അയാള് മാത്രം വിചാരിച്ച സാധിക്കോ? അയാളുടെ പേരിലാണ് വീടല്ലേ? ആ രീതിയിലൊക്കെ ഇവിടെ എല്ലാരും സംസാരിക്കുന്നുണ്ട്. അപ്പോ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആളല്ലേ അപ്പൊ എന്നെ കല്യാണം കഴിച്ചതല്ലേ? അങ്ങനെയൊന്നും ഇല്ല കരുണേ. സ്വത്തുക്കളെല്ലാം വെട്ടിമുറിച്ചാലും ശരി, നേർപകുതിയും കൊണ്ട് കണ്ണേട്ടനോടൊപ്പം നിന്റെ ചേച്ചിയും പോവില്ലേ? അത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? നേർ പകുതിയെങ്കിലും കിട്ടുമെന്നാ ഇപ്പൊ എന്റെ സംശയം. എന്റെ മോളെ, അതേപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മില് വേർപിരിക്കുക വേണ്ടത്. അതെങ്ങനെ പറ്റുമമ്മേ? അവളുടെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്നത് പൂജാമുറിയിലെ അയ്യപ്പനെ. അത് അവളുടെ കയ്യിലുള്ളിടത്തോളം കാലം അവള് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അന്നത്തെ പോലെ ഒന്നുകൂടെ നമുക്ക് ആ വിഗ്രഹം കൊണ്ട് കളഞ്ഞാലും എടുത്തി. അയ്യോ,
എനിക്ക് പേടിയാ. അന്നത് കളഞ്ഞതിന് ശേഷം ഞാനും ഉണ്ണിയേട്ടനും ഉടക്കി പിരിഞ്ഞത്.